സാധാരണ ബൈക്ക് സാറ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാ? കാറിലാണ്. അതിന്റെ വ്യത്യാസം ബൈക്കിൽ സാർ ട്രാവൽ ചെയ്ത് നോക്കണം. ഈ കൊച്ചിയിലെ ട്രാഫിക്കിൽ സാർ എത്ര വണ്ടികൾ ഈ പറയുന്ന പോലെ വട്ടിച്ചും തെട്ടിച്ചും 80-ലും 100-ലും പോകുന്ന എത്ര വാഹനങ്ങൾ സാർ കണ്ടിട്ടുണ്ട്? ഈ ഹയാബൂസ ആയിക്കോട്ടെ, നമ്മളൊരു ഇപ്പൊ കൊച്ചി വൈറ്റ്ല ജംഗ്ഷനിലൂടെ നമ്മൾ 150 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകാൻ പറ്റുന്ന സാറിന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ 2 വീലറിനകത്ത് ഇത്രയും സ്പീഡിൽ പോകുമ്പോഴേ എത്ര അപകടങ്ങൾ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചു? സാർ പറഞ്ഞു ശരിയാണ്. ഈ 2 വീലറിൽ സ്പീഡിൽ പോകുന്ന പ്രായത്തെ ബഹുമാനിക്കണല്ലോ. സാർ പറഞ്ഞ ശരി തന്നെയാണ്. 100-ൽ ഒരു 2% അല്ലെങ്കിൽ ഒരു 5% ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് വരെ ഈ 100-ൽ 100% ആൾക്കാരെയും ആ ഒരു രീതിയിൽ കാണുന്നത് ശരിയല്ല. കാരണം ഒരു വ്യക്തി ഒരു ഹയാബൂസ അല്ലെങ്കിൽ 20 ലക്ഷം 25 ലക്ഷം ഒരു വണ്ടി വാങ്ങുന്നതാണ്. അവൻ ആ വണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള നല്ല ധാരണയുണ്ടാവും. ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് ലൈസൻസ് സർക്കാർ കൊടുക്കില്ലല്ലോ. ലൈസൻസ് ഇങ്ങനെ ഓടിക്കാനാണോ കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ ഓടിക്കാൻ ലൈസൻസ് കൊടുക്കുന്നത് സാറി പറഞ്ഞു. ഹയാബൂസ ഇവിടെ 140-160 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഇതുവഴി പോകുന്നതിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ആ 140 കിലോമീറ്റർ സ്പീഡിന് വേണ്ടി ഇവിടെ റോഡ് സംവിധാനങ്ങളില്ലേ? ഈ റോഡ് മുഴുവൻ ഞാൻ പാലക്കാട് വ്യക്തിയാണ്. പാലക്കാടിൽ നിന്നും വടക്കാഞ്ചേരി പോകുന്ന ഇടയ്ക്ക് ഓരോ 1 കിലോമീറ്ററിന് ഇടയ്ക്ക് സ്പീഡ് ക്യാമറകളുണ്ട്. ആ ക്യാമറകളിൽ കിട്ടത്തില്ല. നിങ്ങൾ ക്യാമറ ഫൈൻ അടിക്കുന്ന പ്രശ്നമില്ല എന്നാണോ സാർ പറയുന്നത്? ഈ ക്യാമറകളിൽ നിങ്ങളെ കിട്ടാറില്ല. എങ്ങനെ കിട്ടാറില്ല? കാരണം അമ്മാതിരി പോക്കാ പോകുന്നത്. സർക്കാർ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനം കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എംപിയുടെ ഒരു തെറ്റിദ്ധാരണയല്ല. അവർ ഈ ക്യാമറ ഫോട്ടോ വണ്ടിയിലേക്കില്ല. ആ ക്യാമറയുടെ കംപ്ലൈന്റ് അല്ലേ? താങ്കളുടെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ രമേശ് ഒന്ന് കണ്ടോളൂ. അതിനെ കെട്ടി വലിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ രമേശിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കയറിയത് അല്ലേ? ഇതിനിടയ്ക്ക് ഒന്ന് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ, എന്താ പരിപാടി? ഈ വീഡിയോ കണ്ടത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ല. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ വേറൊരു വീഡിയോ ഉണ്ട്. ഈ കെട്ടി വലിച്ച കേസ് എന്നെ ആകർഷിച്ചു. ആക്ച്വലി ഞങ്ങൾ എന്ത് വെച്ച് പറഞ്ഞാൽ ഓഫ് റോഡ് പോയതാണ്. ഒരു കൂട്ടം റൈഡിംഗ് ക്ലബ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഓഫ് റോഡ്. ഇത് ഏത് വഴിക്കാ പോയിരിക്കുന്നത്? ഇത് വാഗമൺ മുതല് വാഗമണ്ണ അല്ല, ഇത് വാഗമൺ ഓഫ് റോഡ് 1 ഡേ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ ഓഫ് റോഡ് പോയപ്പോ നമ്മൾ പോകുന്ന സമയത്ത് ഒരു കൂട്ടം നമ്മൾ ഒരിക്കലും നമ്മൾ ഓഫ് റോഡ് പോവാറില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ സാറ് പറഞ്ഞ പോലെ അപകട സാധ്യതകൾ ഉണ്ടാവും, നമ്മൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾ എപ്പോ പോകുമ്പോൾ ഒരു 20-25 പേര് നമ്മളെ ടീമായിട്ടാ പോകാറുള്ളൂ. 10 പേര് എന്താ മിനിമം ഉണ്ടാവും. ആ പോകുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി, ഒരു വണ്ടി കംപ്ലൈന്റ് ആയാൽ അത് കെട്ടി വലിച്ച് കൊണ്ടുവരാനും അതായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് നമ്മളിപ്പോ പോകുന്ന സമയത്ത് റൈഡിങ് ഗിയേഴ്സ് എല്ലാം കൊണ്ടുകൊണ്ട് നമ്മൾ പോകാറില്ല. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി കയറ് കെട്ടി വലിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അപ്പൊ സാറ് രമേശ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റിസ്ക് എടുക്കുന്നത്? ഈ റിസ്ക് എടുക്കുന്ന ആളുകള് ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ പ്രത്യേകിച്ച് എന്നെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭൂമിയിലുള്ള അന്റാർട്ടിക്ക ലാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു വ്യക്തിപര താല്പര്യമല്ല, അത് ഓരോരുത്തർ വ്യക്തിപരം. സാറിന് താല്പര്യമില്ല മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. സാറിന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാതുകൊണ്ട് മറ്റുള്ളവർ പറയാൻ പാടില്ലല്ലോ. ഒന്ന് മൂന്നാക്കട്ടെ, ലെറ്റ് മീ കം. ഞാൻ യാത്ര പോയപ്പോ ആദ്യത്തെ സംഘത്തിന് അവിടത്തെ എല്ലാ സുരക്ഷതകളും ഉറപ്പുവരുത്തി ഈ സംഘത്തെ കൊണ്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തു. ആദ്യമായിട്ട് ഇന്ത്യയിലൊരു സംഘം അന്റാർട്ടിക്കയിലേക്ക് ഇറങ്ങി. ഇന്ന് 3-ാം വർഷമായി. ഞാൻ ആ റിസ്ക് എടുത്തോണ്ടാണ് ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുന്നത്. സൊല്യൂഷൻ എടുത്തിട്ടുള്ളവർ മാത്രമല്ലേ ചരിത്രത്തിന്റെ എന്തെങ്കിലും ഭാഗമായിട്ട് മാറിയിട്ടുള്ളൂ. അല്ലാതെ കംഫർട്ട് സോൺ നോക്കി വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ എന്താ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇദ്ദേഹം യാത്ര ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ ആ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ രീതിയിൽ ഇദ്ദേഹം സക്സസ്ഫുൾ ആണ്. അദ്ദേഹത്തിന് അവിടെ അനുഭവിക്കേണ്ടി വന്നത്. അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി.